ദക്ഷപ്രജാപതി തന്റെ അനവധി പുത്രിമാരെ കശ്യപനു വിവാഹം കഴിച്ചുകൊടുത്തു. ഓരോ ഭാര്യമാരും വ്യത്യസ്ത ജാതികളുടെയും ദൈവശ്രേണികളുടെയും ജന്മകാരണമാവുകയായിരുന്നു. അവരിൽ ഒരാളായിരുന്നു അരിഷ്ട. അവൾ സുന്ദരിയും ശാന്തസ്വഭാവിയുമായിരുന്ന ഒരു ദിവ്യസ്ത്രീയായിരുന്നു. അവൾക്ക് യുദ്ധമോ ബലമോ ഉള്ള പുത്രന്മാർ വേണ്ടായിരുന്നു. അവൾ കശ്യപനോട് വിനീതമായി പ്രാർത്ഥിച്ചു. അവൾക്ക് സംഗീതവും സൗന്ദര്യവും നിറഞ്ഞ, ലോകത്തിനു സന്തോഷവും സമാധാനവും പകരുന്ന പുത്രന്മാർ വേണമെന്ന്. കശ്യപൻ അവളുടെ നിർമ്മലമായ ആഗ്രഹം കേട്ട് സന്തോഷിച്ചു. അവർ ഇരുവരും ചേർന്ന് ചന്ദ്രപ്രകാശത്തിൽ ഒരു വിശുദ്ധയജ്ഞം നടത്തി. സംഗീതത്തെയും സമാധാനത്തെയും ധ്യാനിച്ചു. ആ യജ്ഞത്തിന്റെ തീയിൽ നിന്ന് സ്വർണപ്രകാശം പൊട്ടിത്തെറിച്ചു. അത് സംഗീതത്തിന്റെ തരംഗമായി ആകാശത്തേക്കു പടർന്നു. ആ തീയിൽ നിന്ന് ഗന്ധർവന്മാർ ജനിച്ചു. അവരാണ് ദിവ്യശരീരമുള്ള, സംഗീതശക്തിയാൽ പ്രകാശിക്കുന്ന ദേവഗായകർ. അവർ ആദ്യമായി ഉച്ചരിച്ചത് സംഗീതമായിരുന്നു, ബ്രഹ്മാവിനെയും ദേവന്മാരെയും സ്തുതിക്കുന്ന ദിവ്യഗാനം. അത് കേട്ട് ബ്രഹ്മാവ്, നിങ്ങൾ ആകാശഗായകരാകട്ടെ, സ്വർഗം നിങ്ങളുടെ സംഗീതത്തിൽ നിറയട്ടെ എന്ന് അനുഗ്രഹിച്ചു. അങ്ങനെ ഗന്ധർവന്മാർ ഇന്ദ്രന്റെ രാജസഭയിൽ സംഗീതജ്ഞരായി. അവർ സോമരസത്തിന്റെ രക്ഷകരും ദേവന്മാരുടെയും മനുഷ്യരുടെയും ഇടയിൽ സന്ദേശവാഹകരായി. അവർ ഗന്ധർവവേദം, സംഗീതത്തിന്റെ ദിവ്യജ്ഞാനം ലോകത്തിനു പകർന്നു.